ഹലോ എവ്രിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്കൊരു ഫേഷ്യൽ ചെയ്താലോ. DIY ആയിട്ടുള്ള ഫേഷ്യൽ ഒന്നുമല്ല കേട്ടോ, നമ്മൾ ഇന്ന് സലൂണിലൊക്കെ ചെയ്യണം അതിലുള്ള ഒരു ഫേഷ്യലാണ് ചെയ്യാൻ പോണത് കേട്ടോ. അപ്പൊ അതിനായിട്ട് ഡോക്കിന്റെ ഒരു ഫേഷ്യൽ കിറ്റാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഞാൻ ഇത് പർപ്പിളിന്ന് പർച്ചേസ് ചെയ്തതാണ്. അപ്പൊ നമ്മൾ ഇത് വെച്ചാണ് ഇന്ന് ഫേഷ്യൽ ചെയ്യാൻ പോണത് കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദി വീഡിയോ. സോ അപ്പൊ സാധാരണ ഫേഷ്യൽ പോലെ തന്നെ 5 സ്റ്റെപ്സ് ആയിട്ടാണ് കേട്ടോ ഇത് വന്നത്. 5 പാക്കാണ് ഇതിലുള്ളത്, 5 സ്റ്റെപ്സ് ആയിട്ട്. ഇത് നമുക്ക് ക്വാണ്ടിറ്റി 33 ഗ്രാം ആണ് കേട്ടോ ഇതിന്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ. ഇതില് നമുക്കൊരു 2 ടൈം യൂസിന് മാത്രം ഉള്ളതുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്ലെൻസിങ് ആണ് കേട്ടോ. അപ്പൊ ക്ലെൻസിങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ക്ലെൻസിങ് ചെയ്യണ എന്തിനാണെന്ന് നമുക്കറിയാലോ. നമ്മുടെ ഫേസിലുള്ള ഡേർട്ട് ആൻഡ് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഫേസിൽ എല്ലായിടത്തും നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു 3 to 5 മിനിറ്റ്സ് ഒന്ന് നന്നായിട്ടൊന്ന് ഒരു ജെന്റിൽ മസാജ് കൊടുക്കാം കേട്ടോ. ഇപ്പൊ ഞാൻ വീഡിയോ ഭയങ്കര ഫാസ്റ്റ് ആക്കി ഇട്ടേക്കൊണ്ടാണ് കേട്ടോ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് തോന്നുന്നത്. ഭയങ്കര ജെന്റിൽ ആയിട്ട് മസാജ് ചെയ്യണം. പിന്നെ കണ്ണിന്റെ ആ ഒരു പോർഷനിലോട്ടൊന്നും അധികം ഇടണ്ട കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വാഷ് ചെയ്തിട്ട് വരാം. നെക്സ്റ്റ് സ്ക്രബിങ് ആണ് കേട്ടോ. അപ്പൊ ഫേസിൽ ആദ്യം എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ. എന്നിട്ട് ഒരു 3 to 5 മിനിറ്റ്സ് ഒരു ജെന്റിൽ മസാജും കൊടുക്കാട്ടോ. പിന്നെ കണ്ണിന്റെ ഏരിയയിലോട്ടൊന്നും അധികം അപ്ലൈ ചെയ്യേണ്ട. ഇൻസ്ട്രക്ഷനിൽ തന്നെ അവർ പറയുന്നുണ്ട് കേട്ടോ, കണ്ണിന്റെ ഏരിയ അവോയ്ഡ് ചെയ്ത് വേണം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാനെന്ന്. അപ്പൊ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മളുടെ സ്കിൻ നന്നായിട്ടൊന്ന് എക്സ്ഫോളിയേറ്റ് ആവാനും സ്കിന്നിലുള്ള ഡെഡ് സ്കിൻസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് തന്നെ റിമൂവ് ആകാനും ഈ ഒരു സ്റ്റെപ്പ് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മളുടെ ഫേസിലുള്ള ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ നന്നായിട്ട് റിമൂവ് ആകാനായിട്ടും ഈ ഒരു സ്റ്റെപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉള്ള ഏരിയ ഒക്കെ നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന പറഞ്ഞാൽ അസ്കോർബിക് ആസിഡ്, ഹൈറോളിക് ആസിഡ്, സാലിസിലിക് ആസിഡ്, അങ്ങനെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതെല്ലാം ആസിഡുകളല്ല, ഞാനും ആദ്യം അങ്ങനെയാണെന്ന് വിചാരിച്ചു. ഇതെല്ലാം കോമൺലി ഈ കോസ്മെറ്റിക് പ്രൊഡക്ട്സിൽ ആഡ് ചെയ്യണ ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ് കേട്ടോ. വൈറ്റമിൻ സി ആണ് ഈ അസ്കോർബിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ സ്കിൻ നല്ല സ്മൂത്തും യങ് ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യും. സോ അപ്പൊ സ്ക്രബിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സ്ക്രബിങ് കഴിഞ്ഞപ്പോൾ തന്നെ ഫേസ് നല്ല ക്ലീനും ബ്രൈറ്റും ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തേർഡ് സ്റ്റെപ്പിലേക്ക് പോകാം. തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സിറം ആണ് കേട്ടോ. അപ്പൊ സിറം നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന പോലെ എല്ലായിടത്തും അപ്ലൈ ചെയ്തിട്ട് ഒരു ലൈറ്റ് മസാജും കൊടുക്കാം കേട്ടോ. ഒരു മസാജിങ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഇത് സ്കിന്നിലേക്ക് നന്നായിട്ട് തന്നെ അബ്സോർബിങ് ആവണം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ. അപ്പൊ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. കംപ്ലീറ്റ്ലി നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആയതിനു ശേഷമാണ് കേട്ടോ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോണത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്രീമാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഫേസിൽ നന്നായിട്ട് ആദ്യം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഒരു ജെന്റിൽ മസാജും കൊടുക്കാം കേട്ടോ. എന്നിട്ടൊരു 12 to 15 മിനിറ്റ്സ് നമുക്കിത് വെയിറ്റ് ചെയ്തിട്ട് വൈപ്പ് ചെയ്ത് കളയാട്ടോ. ഈ ഒരു ക്രീം നമുക്കൊരു കോട്ടൺ പാഡ് വെച്ച് അതല്ലെങ്കിൽ കോട്ടൺ ക്ലോത്ത് വെച്ച് ഒന്ന് വൈപ്പ് ചെയ്ത് കളയണം. കോട്ടൺ പാഡ് ഒന്ന് വെറ്റ് ആക്കിയിട്ടാണ് കേട്ടോ നമ്മൾ വൈപ്പ് ചെയ്ത് കളയണത്. ഇനി കോട്ടൺ പാഡ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, കോട്ടൺ ക്ലോത്ത് ആയാലും മതി കേട്ടോ. ഇപ്പൊ എന്റെ കയ്യിൽ കോട്ടൺ പാഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ക്ലോത്ത് ആണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് വെറ്റ് ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് വൈപ്പ് ചെയ്ത് കളയാണ്ട ചെയ്യണത്. അങ്ങനെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് തന്നെയാണ് ചെയ്യണത്. അപ്പൊ നമുക്ക് നന്നായിട്ട് തന്നെ എല്ലായിടത്തും നന്നായിട്ട് ഒന്ന് വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് 5th സ്റ്റെപ്പിലേക്ക് പോവാം കേട്ടോ. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പീൽ ഓഫ് മാസ്ക് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആദ്യം അപ്ലൈ ചെയ്തപ്പോൾ ഭയങ്കര തിൻ ലെയർ ആയി പോയിട്ടോ. അപ്പൊ ഇത് നന്നായിട്ട് നല്ല തിക്ക് ലെയറിൽ അപ്ലൈ ചെയ്തെങ്കിൽ നമുക്ക് പീൽ ഓഫ് ചെയ്യാൻ കിട്ടുള്ളൂ കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ ഇട്ടത് വെറുതെ ആയി പോകും കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല തിക്കിൽ തന്നെ, അതായത് ഒന്നിട്ടിട്ട് ഒന്ന് ഡ്രൈ ആവണ്ട, ഡ്രൈ ആവാൻ കുറച്ച് ടൈം എടുക്കും. ഒന്ന് ഇതാവുമ്പോ തന്നെ നമുക്ക് അതിന്റെ മുകളിൽ കൂടി ഒരു 2-3 ലെയർ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. എങ്കിലും മാത്രമേ നമുക്ക് പീൽ ഓഫ് ചെയ്ത് കിട്ടുള്ളൂ കേട്ടോ. മുമ്പ് ഞാൻ ആദ്യം ഇട്ടപ്പോൾ ഭയങ്കര തിന്നായി പോയി. അപ്പൊ ഞാൻ ഇങ്ങനെ പീൽ ഓഫ് ചെയ്യാനായിട്ടാണെങ്കിലും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ അതിന്റെ മുകളിൽ കൂടി ഒന്നും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം എന്നിട്ട് നന്നായിട്ട് പീൽ ഓഫ് ആയി കിട്ടിയത്.
അപ്പൊ ഇതേപോലെ നല്ല തിക്കായിട്ട് തന്നെ എല്ലായിടത്തും ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇപ്പോ അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആവാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ഒരു എത്രയാ 50 to 20 minutes വരെ എടുക്കണുണ്ടായിരുന്നു കേട്ടോ. എനിക്കൊരു 20-25 minutes ഒക്കെ വേണ്ടി വന്നു കേട്ടോ ഇതൊന്ന് ഡ്രൈ ആവാനായിട്ട്, പീൽ ഓഫ് ആകാനായിട്ട്. അപ്പൊ ഇതാ ഇനി നമുക്ക് പതുക്കെ പതുക്കെ പീൽ ഓഫ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു വേദന ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു ഭയങ്കര കൂൾ മൈൻഡിൽ ഇരുന്ന് പീൽ ഓഫ് ചെയ്യണായിരുന്നു കേട്ടോ. പക്ഷെ നക്ഷത്രം എണ്ണിപ്പോയേട്ടാ. ആ കവിളിന്റെ സൈഡിലായിട്ട് കുഞ്ഞു കുഞ്ഞു രോമങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അവിടെ പീൽ ഓഫ് ചെയ്തപ്പോ ശരിക്കും അമ്മേ എന്ന് ഞാൻ വിളിച്ചു വീഡിയോയിൽ. പക്ഷെ അത്രയും കാണുന്നില്ലെന്നുള്ളൂ കേട്ടോ. അത്ര വേദന ഉണ്ടായിരുന്നു. പക്ഷെ സഹിക്കാൻ പറ്റും. പക്ഷെ ഞാൻ ഇത്രയും വേദന പ്രതീക്ഷിച്ചതല്ല. അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് അത് സഹിക്കാൻ പറ്റാതായി പോയത്. അപ്പൊ ഞാൻ റിമൂവ് ചെയ്ത് ഞാൻ രോമങ്ങൾ എന്റെ എന്തോരം പറഞ്ഞു പോയി എന്ന് ഞാൻ നോക്കണായിരുന്നു കേട്ടോ. കുഞ്ഞു കുഞ്ഞു രോമങ്ങൾ വൈഹെഡ്സ് എല്ലാം നന്നായിട്ട് റിമൂവ് ആയിട്ടുണ്ടായിരുന്നു. ഇത് പീൽ ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു റിഫ്രഷിങ് ഫീലും തോന്നി കേട്ടോ. ഇതാണ് കേട്ടോ നമ്മളുടെ ഫേഷ്യലിന്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്? എന്തെങ്കിലുമൊക്കെ വ്യത്യാസം തോന്നാനുണ്ടോ? അല്ലെങ്കിൽ പഴയതുപോലെ തന്നെയാണോ? എനിക്ക് കുറച്ചൊരു വ്യത്യാസം തോന്നും. ചെറുതായിട്ടൊന്ന് ബ്രൈറ്റ് ആയ പോലെ എനിക്ക് ഫീൽ ആവുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്താണ് തോന്നിയത് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഈ ഒരു ഫേഷ്യലിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്കിൻ ബ്രൈറ്റനിങ് ഫേഷ്യലാണ് കേട്ടോ. അപ്പൊ സ്കിൻ ബ്രൈറ്റ് ആവും. പിന്നെ ഫ്രിങ്കിൾസ്, പിന്നെ ഏജ് സ്പോട്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫേഷ്യലാണെന്നാണ് പറയണത്. അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ സ്ക്രബിങ്ങിന്റെ ഇട്ടപ്പോ ചെറുതായിട്ടൊരു ബേണിംഗ് പോലെ, ഒരു ചെറുതായിട്ടൊരു പൊള്ളണ പോലെ ഒന്ന് ഫീൽ ആയിട്ടോ. അതപ്പൊ തന്നെ മാറി. വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പൊ ഇത്തിരി നേരത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇത് ഏത് സ്കിൻ ടൈപ്പിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫേഷ്യൽ കിറ്റ് ആണ് കേട്ടോ. ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ടെൻഷനും ഒരു ഡൗട്ടൊക്കെ ഉണ്ടാവും, എന്തെങ്കിലും ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവോ എന്നൊക്കെ ഉള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഒരു സ്കിൻ ടെസ്റ്റ് ഒക്കെ നടത്തിയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഒരു ഹാഫ് അവർ കഴിഞ്ഞിട്ട് ഒരു കുഴപ്പമൊന്നും ഇല്ലാന്ന് കൺഫേം ചെയ്തിട്ട് നിങ്ങൾക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പൊ നമുക്ക് സലൂണിലൊക്കെ ചെയ്യണ പോലത്തെ ഫേഷ്യൽ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് പൈസ ലാഭിക്കാം, പിന്നെ സമയം ലാഭിക്കാം, ഇങ്ങനെയുള്ള ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ നല്ല സലൂണിലൊന്നും പോകാൻ സമയമില്ലാത്തവരാണെങ്കിൽ എന്തായാലും ഈ ഒരു ഫേഷ്യൽ കിറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സോ അപ്പൊ ഈ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ല ഹെൽപ്ഫുൾ വീഡിയോസ് ആയിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കട്ടെ. അതുവരേക്കും ബൈ.